അതില് താഴേക്ക് പോകുന്നത്. എപ്പോഴും ഞാൻ നമ്മുടെ സംസ്കാരത്തെ കണ്ടിട്ടുള്ളത് നമ്മുടെ ജീവിത ശൈലി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല കുറെ കാര്യങ്ങള് നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് നമ്മുടെ സംസ്കാരത്തെ പറ്റി തോന്നിയിട്ടുള്ളത്. കാരണം രാവിലെ ഉണരുമ്പോൾ തന്നെ ഒരു പുതിയൊരു ദിവസം തന്നതിന് നമ്മുടെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് തലേന്ന് കിടക്കുമ്പോൾ അറിയില്ല പിറ്റേന്ന് രാവിലെ എണീക്കുമെന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരു ദിവസം കൂടി ഈ ഒരു ഭൂമിയിൽ തരുമ്പോ നമ്മൾ ആദ്യം ദൈവത്തിനോട് നന്ദി പറയണം. കരാഗ്രേ വസുരി ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലയിൽ ഗോവിന്ദ പ്രഭാതേക്കർ ദർശനം. ഇത് ആദ്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ദിവസം തുടങ്ങണം എന്നാണ് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയുമോന്ന് പോലും എനിക്കറിയില്ല. ഞാനിത് പഠിച്ചിട്ടുള്ളത് പണ്ട് ഞാൻ ഗീതാ ക്ലാസ്സിന് പോയതുകൊണ്ടുമാണ്. എന്ന് ഞാൻ തൊട്ടി അതിന് ശേഷം എനിക്കൊന്നും അറിയാനും പാടില്ല. അതിനുശേഷം നമ്മൾ ബെഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ അന്ന് മുതൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ആ ഭൂമിദേവിനെ ചവിട്ടിയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. സോ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഭൂമിദേവിയോട് സോറി പറയും, ക്ഷമ പറയും. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുഭക്തി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വ. രാവിലെ മുതൽ ഞാൻ വൈകിട്ട് വരെ ചവിട്ടാൻ പോവാണ്, ക്ഷമിച്ചേക്കണേ. ഇതൊക്കെ എവിടെയാണ് നമ്മളെ പഠിപ്പിക്കുക? ഏത് സംസ്കാരത്തിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? സന്ധ്യാനാമം ചൊല്ലുന്നത് ആരുടെ വീട്ടിൽ ചൊല്ലും? ഇപ്പൊ സീരിയലിന്റെ സൗണ്ടാണ് എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് കേൾക്കുന്നത്. കണ്ടോ, എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ, ഞാനും ജീവിക്കുന്ന ആളാണ്. എന്നിരുന്നാൽ പോലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ആണ് സന്ധ്യാനാമം. ഒരു ദിവസത്തെ നമ്മുടെ ഈ ഒരു ദൈനംദിന ജീവിതത്തിൽ ഇത്രയും സ്ട്രെസ്, ഇത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഇത്രയും ഓടുന്നു, ലോഡ് പ്രശ്നങ്ങൾ, ഒരു രക്ഷയില്ല. കുട്ടികൾക്ക് പഠിക്കുന്നു, ഹോംവർക്ക്, ഹെക്റ്റിക് വർക്ക്. അതിന്റെ ഇടയ്ക്ക് അരമണിക്കൂർ നമ്മുടെ രാമരാമ ഭാഗ്യമം ചൊല്ലുന്നത് ഏറ്റവും ബെസ്റ്റ് മെഡിറ്റേഷൻ ആണ്. നമ്മൾ കാശ് കൊടുത്ത് യോഗയ്ക്ക് പോവും, അവിടെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും. എല്ലാവർക്കും പോകാൻ പറ്റാത്തവർക്ക് വീട്ടിലെ സന്ധ്യാനാമം മതി. നമ്മളൊരു സന്ധ്യാനേരത്ത് ഒരു വിളക്ക് വെച്ച് നമ്മൾ രാമരാമ ചൊല്ലി അരമണിക്കൂർ എന്ന് പറയുന്നത് ഏറ്റവും നല്ല മെഡിറ്റേഷനാണ്. ആരായത് പറഞ്ഞു തരാം? ആരായത് അറിയേണ്ടത്? നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ കടമകളെ ആരാ നോക്കി പിടിക്കേണ്ടത്? നമ്മളാണ്. ആരും വരില്ല പറഞ്ഞുതരാം. അടുത്ത എന്താ നമ്മുടെ സംസ്കാരത്തിൽ പറഞ്ഞു തരുന്നത്? മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. അവരാണ് നമ്മുടെ ദൈവങ്ങള്. എല്ലാ ദൈവങ്ങളെയും നമ്മൾ വിളിക്കാറുണ്ട്, പക്ഷെ ഇവരാരും നമ്മുടെ കൺമുമ്പിൽ ഇല്ല. അവരൊരു എനർജിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അവർ കേൾക്കും. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എനർജി സോഴ്സ് ആണ് അവർ. നമ്മുടെ മുമ്പിലുള്ള ദൈവങ്ങൾ ആരാ? നമ്മുടെ അച്ഛനും അമ്മയാണ്. അവരെയാണ് നമ്മൾ എന്തും വണങ്ങേണ്ടത്. അവരുടെ അനുഗ്രഹവും ആശീർവാദവുമാണ് നമുക്ക് എന്തും വേണ്ടത്. അത് പറയുമ്പോഴും ഒരു സങ്കടം പറയേണ്ടി വരും. കാരണം ഞങ്ങൾ പല പ്രോഗ്രാമിനും അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഫാമിലിയിലെ ബർത്ത്ഡേ ഫംഗ്ഷൻസിനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേ വരുമ്പോൾ നമ്മൾ അനാഥാലയങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹിന്ദു സംസ്കാരത്തിൽ പിറന്ന വീട്ടിലെ പേരൻസിനെയാണ്. അത് എനിക്ക് ശരിക്കും പേഴ്സണലി ഉള്ളിലുള്ള സങ്കടമാണ്. എന്താ നമ്മുടെ ആൾക്കാർക്ക് ഇങ്ങനെ? നമ്മുടെ ആൾക്കാരെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഹൈന്ദവരെ എന്റെ അത്രയും വിലപ്പെട്ട ആൾക്കാരായതുകൊണ്ടാണ്. എന്താണ് നമ്മുടെ വീടുകളിലെ ആൾക്കാർ ഇങ്ങനെ ഏറ്റവും കൂടുതൽ? അത് വെച്ച് നോക്കുമ്പോൾ മറ്റു സഭക്കാരെ നമ്മൾ ഹ്യൂജ് റെസ്പെക്ട് ആണ് അവർക്ക് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് അവരാണ് ഏറ്റവും വലിയ നമ്മുടെ ദൈവങ്ങള്. അവരുടെ കണ്ണീര് വീഴ്ത്തിയിട്ടോ അവരുടെ ദേഷ്യം നമുക്ക് നേടിക്കൊണ്ടോ നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല. നമ്മൾ അവരില്ലാത്ത ഒരു കാലത്ത് ഒരു വർഷം കഴിഞ്ഞ് 2 വർഷം 3 വർഷം ശ്രാദ്ധം, 4 വർഷം ശ്രാദ്ധം, 5ാമത്തെ വർഷം നമ്മൾ അനാഥാലയത്തിന് അത് കൊടുക്കുന്നു, ബോഡി കൊടുക്കുന്നു. ഒരു കാര്യവും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കും. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളതിന്റെ പങ്ക് ആദ്യം അവർക്ക് കൊടുക്കും, അവർക്ക് സ്നേഹം നൽകും, അവരുടെ അനുഗ്രഹം വാങ്ങിക്കും. അതല്ലാണ്ട് നമ്മൾ ഈ കാലത്ത് എന്തിനു വേണ്ടി ഓടിയാലും എന്തൊക്കെ കെട്ടിപ്പൊക്കി എന്ന് പറഞ്ഞാലും അത് ശാശ്വതമാണെന്ന് ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരാളാണ്. കാരണം എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ എന്റെ അടുത്ത് എന്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, ഇതെന്താ അനുശ്രീയുടെ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം വീട്ടുകാരാണല്ലോ. കാരണം എല്ലാവരും ഇൻസ്റ്റാഗ്രാം കീപ്പ് ചെയ്യുന്നത് വെച്ച് നമുക്ക് പ്രൊഫഷണൽ പേജായിട്ടാണ് ഇൻസ്റ്റാഗ്രാം നോക്കുന്നത്. എന്റേതിൽ എപ്പോഴും എന്റെ അച്ഛനും അമ്മയും ചേട്ടനും നാത്തോരും എന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയും കോഴിയും പൂച്ചയൊക്കെ എല്ലാരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താ നീ നിന്റെ ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ്? ഞാൻ പറയും, ഞാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതിലെല്ലാം ഇടാറുണ്ട്. എന്റെ റീൽസിലും എന്റെ ഫോട്ടോഷൂട്ടിലും അതുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്നത് എന്റെ വീട്ടുകാർ. കാരണം എനിക്ക് ഏറ്റവും സന്തോഷം പകരുന്നത് എന്റെ വീട്ടുകാരുള്ളപ്പോഴാണ്. ഞാൻ അവരുടെ കൂടെ നിൽക്കുന്ന മൊമെന്റ്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ളത്. അതല്ലേ ഞാൻ നിങ്ങളെ കാണിക്കേണ്ടത്?
ഒരാൾ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന സമയമാണ് എനിക്ക് നിങ്ങൾക്ക് കാണിക്കാനുള്ളത്. എനിക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണിക്കണ്ട. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഞാൻ എന്റെ വീട്ടിലുള്ളപ്പോഴാണ്. അതല്ലേ അപ്പൊ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുക. സോ നമ്മുടെ ഏറ്റവും വലിയ റൂട്ട്, നമ്മുടെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം. നമ്മൾ കേൾക്കുന്നത് എന്താണ്? വസുദൈവ കുടുംബകം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ. വസുദൈവ കുടുംബം എന്ന ലോകം എല്ലാ കുടുംബമാണ്. ലോകത്തിനെ മൊത്തം ഒരു കുടുംബമായിട്ട് കാണുന്ന ഏത് സംസ്കാരമാണ് വേറെ ഉള്ളത്? നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല ലോകത്തിലെ എല്ലാവർക്കും നന്മ വരട്ടെ, എനിക്ക് വരട്ടെ എന്നോ നിനക്ക് വരട്ടെ എന്നോ അല്ല. ആ ഒരു സംസ്കാരത്തിൽ വളർന്ന നമ്മൾ ഒരു കൂട്ടായ്മയോടുകൂടി നിൽക്കുക, നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക, നമ്മുടെ മാതാപിതാക്കൾ